കഥയാരംഭിക്കുന്നത് ഏവരും പവിയെന്ന് വിളിക്കുന്ന പവിത്രനെന്ന മധ്യവയസ്കനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പവിത്രൻ അന്ന് തന്റെ വളർത്തുനായ ബ്രോയുമായി ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയായിരുന്നു. ബ്രോയ്ക്ക് വയറിന് നല്ല സുഖമില്ല. ചികിത്സ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ആ നഗരത്തിലേക്ക് പുതുതായി വന്നിറങ്ങിയ ഒരു പെൺകുട്ടി പവിയുടെ ഫോണൊന്ന് ഒരു കോൾ ചെയ്യാൻ ചോദിക്കുന്നത്. പാലക്കാടുകാരി മുണ്ടൂരുകാരിയായ ആ പെൺകുട്ടി ഫോൺ എടുക്കാൻ മറന്നുപോയിരുന്നു. അമ്മയെ വിളിച്ചു പറയാനെന്ന് പറഞ്ഞ് ഫോൺ ചോദിച്ചപ്പോ പവി ഫോൺ കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും സ്വതവേയുള്ള തന്റെ സംശയബോധമൊക്കെ പവിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി കോൾ ചെയ്ത ശേഷം പവിക്ക് ഫോൺ തിരികെ കൊടുക്കുകയും നമ്പർ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കുട്ടി വിചാരിക്കുമ്പോൾ ഒരാളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പവി തന്നെ കുറച്ചങ്ങ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. പവി നിലവിൽ ഒരു വലിയ അപ്പാർട്ട്മെന്റിന്റെ കെയർടേക്കർ കം സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയാണ്. ഇരട്ട ജോലി എന്ന് പറയാം. പകലിൽ കെയർടേക്കർ, രാത്രിയിൽ സെക്യൂരിറ്റി വാച്ച്മാൻ. അതുകൊണ്ട് തന്നെ രാത്രികാലത്ത് പവി തന്റെ താമസ സ്ഥലത്ത് ഉണ്ടാവാറുമില്ല. റിട്ടയർഡ് SI മറിയാമ്മയുടെ വീട്ടിൽ മുകൾ നിലയിലായിട്ടായിരുന്നു പവി താമസിച്ചുകൊണ്ടിരുന്നത്. മറിയാമ്മയുമായി പവിക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. ജോലി സ്ഥലത്ത് പവി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പകലിലെ സെക്യൂരിറ്റി ഓഫീസറായ മാത്തൻ ചേട്ടനുമായി നല്ലൊരു സൗഹൃദം പവിക്കുണ്ടായിരുന്നു. പവി മുമ്പ് ഒരു NRI ആയിരുന്നു. പ്രാരാബ്ദവും മറ്റും കാരണം വർഷങ്ങളോളം വിദേശത്ത് പവി ജോലി ചെയ്തു. നാട്ടിൽ തിരികെയെത്തി നിലവിലിപ്പോ ഇവിടെ ജോലി തുടരുന്നു. ഇതിനിടയിൽ പവിക്കൊരു വിവാഹമോ അത്തരത്തിലൊരു ജീവിതമോ ഒന്നും കൈവന്നതുമില്ല. അതിന്റെ പേരൊക്കെ പറഞ്ഞ് മാത്തൻ ചേട്ടൻ ഇടയ്ക്ക് പവിയെ സോപ്പിടുമായിരുന്നു. അത് കാണുമ്പോൾ പവിക്കറിയാം പണം കടം ചോദിക്കാനുള്ള പദ്ധതിയാണെന്ന്. അത് മനസ്സിലാക്കി തന്നെ പവി മാത്തൻ ചേട്ടനോടത് ചോദിക്കുകയും പണം കടം കൊടുക്കുകയും ചെയ്യും. രാത്രി അന്നത്തെ വാച്ച്മാൻ ജോലി പവി ചെയ്യാൻ തുടങ്ങി. ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വക്കീലുണ്ട്. രാത്രി അയാൾ കുടിച്ച് പൂസായി വരും. അയാൾ രാത്രി പവിയെ വിളിച്ച് തന്റെ അപ്പാർട്ട്മെന്റിന്റെ താക്കോല് കൊടുത്തു. രാവിലെ വെയിലുദിച്ചു കഴിഞ്ഞിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കിയേക്കണേ, മരിച്ചു കിടന്ന തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല, ആരും അറിയേയില്ല എന്ന് ചിരിയോടെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. അയാളത് പറഞ്ഞു പോയെങ്കിലും അത് കൊണ്ടത് പവിയുടെ നെഞ്ചിലായിരുന്നു. പവിയുടെയും അവസ്ഥ ഏറെക്കുറെ അത് തന്നെയാണല്ലോ. ജോലി കഴിഞ്ഞാൽ പവി നേരെ വീട്ടിലെത്തും. ഹൗസ് ഓണർ കൂടിയായ മറിയാമ്മ ചേച്ചിയെ കണ്ട് കുറച്ച് സംസാരിക്കും. പതിവ് പോലെ മുകളിലെ വലിയ വാടക വീട് മറ്റാർക്കെങ്കിലും കൂടി വാടക കൊടുക്കണം, ഇല്ലെങ്കിൽ നീ വാടക കൂട്ടിത്തരണം എന്നൊക്കെ മറിയാമ്മ പറയുന്നുണ്ടായിരുന്നു. പവി മറിയാമ്മയെ സോപ്പിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പരമാവധി നോക്കി. ശേഷം മുറിയിൽ ചെന്ന് തന്റെ പതിവ് ജോലികൾ ചെയ്തു. പക്ഷേ ഒറ്റക്കുള്ള ജീവിതം അത്ര രസകരമല്ലല്ലോ. പവി അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നു. രാവിലെ ഉറങ്ങാൻ കിടന്നാൽ പലതരം കച്ചവട വണ്ടികൾ വരുമ്പോ അതിന്റെ ശബ്ദമൊക്കെ പവിയെ ശല്യപ്പെടുത്തി. എന്നിരുന്നാലും പവിക്കതൊക്കെ ശീലമായിരുന്നു. പവി താമസിക്കുന്നതിനടുത്ത് ഒരു കുട്ടിയുണ്ട്. അവന് പവിയുടെ വളർത്തുനായ ബ്രോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ ബ്രോയ്ക്ക് ഇടക്ക് മധുര ബിസ്ക്കറ്റുകളൊക്കെ കൊടുക്കും. ബ്രോയും സന്തോഷത്തോടെ അത് കഴിക്കും. അന്നും അവൻ അതുപോലെ ബ്രോയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തപ്പോ പവി അങ്ങോട്ടേക്ക് വന്നു. അവനോട് ബ്രോയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുതെന്നും അവന് കഴിഞ്ഞ ദിവസം വയറിന് സുഖമില്ലാതായി തന്റെ കയ്യിൽ നിന്ന് പണം ചിലവായി എന്നൊക്കെ ആ പയ്യനോട് പറഞ്ഞു. അവനോട് കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു. പയ്യനാണെങ്കിൽ പവിയെ മൈൻഡാക്കാതെ തർക്കുത്തരവും പറഞ്ഞുകൊണ്ട് സൈക്കിൾ ചവിട്ടിപ്പോയി. അടുത്തൊരു ദിവസം പതിവ് പോലെ പവി കെയർടേക്കർ ജോലിയിലായിരിക്കെ ഫ്ളാറ്റിലേക്ക് പരിചയമില്ലാത്തൊരു പെൺകുട്ടി കുറെ സാധനങ്ങളുമായി പോകുന്ന കണ്ടു. കെയർടേക്കർ ജോലിയിലുണ്ടായിരുന്ന പവി സെക്യൂരിറ്റിയുടെ അടുത്ത് പേരും അഡ്രസ്സും ഒന്നും എഴുതാതെയാണ് അവർ പോകുന്നതെന്ന് കണ്ടതും അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമത്തിനിടയിൽ അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ കിറ്റുപൊട്ടി പവിയുടെ പ്രശ്നം കാരണം താഴെ വീഴുകയും മറ്റും ചെയ്തിരുന്നു. അവർ അതോടെ പവിയോട് ഒച്ചയെടുത്തു. ഒക്കെ വാരിക്കെട്ടി ഫോർസിയിൽ കൊണ്ടുതരണം എന്ന് പറഞ്ഞു. പവിക്ക് കീഴിലുള്ള ജീവനക്കാർ കൂടി അവിടെ ഉള്ളതുകൊണ്ട് പവിക്ക് ചെറിയ നാണക്കേട് തോന്നിയിരുന്നു. ഒച്ചയുണ്ടാക്കരുത്, ജീവനക്കാരുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ പവി ഒക്കെ കൊണ്ടുകൊടുക്കാം എന്ന് അവരോടായി പറഞ്ഞു. അവിടെ നിന്നൊരു ജീവനക്കാരിയിൽ നിന്നുമാണ് ആ പെൺകുട്ടിയുടെ പേര് ജാനകി എന്നാണെന്നും ഫോർസിയിലെ ഉഷ എന്ന് പറയുന്ന താമസക്കാരിയുടെ അനിയത്തിയാണ് അവരെന്നും പവി മനസ്സിലാക്കുന്നത്. പണി പാളുമെന്ന് മനസ്സിലാക്കിയ പവി അതോടെ താഴെ വീണ വസ്തുക്കളൊക്കെ വാരിയെടുത്ത് ഫോർസിയിലെത്തി. ഡോർ തുറന്നത് അതേ ഫ്ളാറ്റിലെ ജീവനക്കാരിയും എക്സ്ട്രാ ടൈമിൽ ഫോർസിയിൽ വീട്ടുജോലിക്കാരിയായി ജോലി നോക്കുകയും ചെയ്യുന്ന ലീനയായിരുന്നു. ലീന എപ്പോഴും പവിയെ ചെറുതായെങ്കിലും കളിയാക്കാറൊക്കെയുണ്ട്. പവിയുടെ കീഴ് ജീവനക്കാരിയാണെങ്കിലും പവിയുടെ ശാഠ്യമൊന്നും ലീനയ്ക്കടുത്ത് നടക്കാറുണ്ടായിരുന്നില്ല. അന്നും അങ്ങനെ സാധനങ്ങളുമായി വന്ന പവിയെ ലീന ചെറുതായി ഒന്ന് കളിയാക്കി. പവി അതിന്റെ പേരിൽ അവളെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോ അവർ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുക എന്ന് ലീന പറഞ്ഞു. പിന്നാലെ ജാനകി അങ്ങോട്ടേക്ക് വന്നപ്പോ കംപ്ലൈന്റ് കൊടുക്കരുത് എന്ന മട്ടിൽ പവി ജാനകിയോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ആര് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു എന്ന് ജാനകി ചോദിച്ചപ്പോഴാണ് ലീന തന്നെ ഒന്ന് പെടുത്തിയതാണ് എന്ന് പവിക്ക് മനസ്സിലായത്. അതോടെ അവിടെ
അവിടെ ഒരു തമാശ ചിരി ഉണർന്നു. പവിയുടെ നാട്ടുകാരനും കൂട്ടുകാരനുമായ രതീഷ് ഇടയ്ക്ക് എറണാകുളത്ത് വരുമ്പോ പവിയുടെ അടുത്ത് വരും. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നു. പവിക്കുള്ള നാട്ടിലെ കാച്ചിലും ചേമ്പുമൊക്കെയായിട്ടായിരിക്കും രതീഷ് വരിക. കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ് പവി ഒറ്റക്കായതിന്റെ വിഷമവുമൊക്കെ പങ്കുവെച്ച് രതീഷ് തിരികെ പോവുകയും ചെയ്യും. അടുത്തൊരു ദിവസം കെയർടേക്കറായി ജോലി നോക്കുമ്പോ പവിക്ക് മറ്റൊരു കോൾ വന്നു. ഫോർസിയിൽ നിന്ന് തന്നെയായിരുന്നു. അവരുടെ കിച്ചൺ സീലിംഗിന്റെ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അവർ പവിയെ വിളിച്ചത്. അന്നാണെങ്കിൽ അവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ട വിഭവങ്ങളും കേക്കുമടക്കം ഒക്കെ ഒരുക്കി ഗസ്റ്റുകൾക്കായി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മുകളിൽ മരപ്പട്ടിയുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പവി അതിനെ ഒഴിവാക്കാം എന്ന് ഫോർസിയിലെ ഉഷമേടത്തോട് പറഞ്ഞു. പക്ഷേ ഗസ്റ്റ് വരാനുള്ളത് ഒഴിവാക്കാൻ പോയി കൂടുതൽ പ്രശ്നമായാലോ എന്ന മട്ടിൽ ഉഷമേടം പറഞ്ഞതും എന്തു കുഴപ്പം, ഗസ്റ്റ് വന്ന് അവരുടെ മേത്തേക്കൊക്കെ ചാടി അതല്ല കുഴപ്പം, അതിനെ ഒഴിവാക്കാം എന്ന് പവി പറഞ്ഞു. പിന്നാലെ മുൻകൈയെടുത്ത് ലാഡറൊക്കെ എടുത്തുകൊണ്ടുവന്ന് മരപ്പട്ടി ഒഴിവാക്കാൻ പവി ശ്രമം തുടങ്ങി. പക്ഷേ ആ ശ്രമം അവസാനിച്ചത് കിച്ചൺ മുഴുവൻ നാശകോശമാക്കിക്കൊണ്ടായിരുന്നു. മരപ്പട്ടിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ പവിയുടെ ഓരോ പ്രവൃത്തിയും കാരണം കിച്ചണിലെ വസ്തുക്കളൊക്കെ നശിച്ചു. ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന കേക്കും മറ്റ് സലാഡുകളും ഒക്കെ നശിച്ചുപോയി. മരപ്പട്ടി ഒടുവിൽ പുറത്തു പോയെങ്കിൽ തന്നെയും വീട്ടുകാർക്ക് അത് വലിയൊരു പ്രശ്നം തന്നെയായി മാറിയിരുന്നു. പവി ഒടുവിൽ അവരോട് ക്ഷമ ചോദിക്കുകയും അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യരുത്, തന്റെ മാസശമ്പളം ഗഡുക്കളായി തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ അവിടെ നിന്ന് ഊരിപ്പോന്നു. പിന്നീടായിരുന്നു ഓണാഘോഷം വന്നത്. ഏവരും സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ഓണം ആഘോഷിച്ചിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം പവി കെയർടേക്കർ റൂമിലുള്ളപ്പോൾ ജാനകി ഒരു സുഹൃത്തിനൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന കണ്ടു. ജാനകിക്ക് മേൽ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്ന പവി ജാനകിയെ പിന്തുടർന്ന് ചെല്ലുകയാണ്. ഇതിനിടയിൽ അപ്പാർട്ട്മെന്റിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി നോക്കുന്ന ലീനയിൽ നിന്നായി ഉഷ അവിടെയില്ലെന്ന് കൂടി പവി അറിഞ്ഞു. അതോടെ പവിക്കൊരു അനാശ്വാസം മണത്തു. പവി അത് ചെക്ക് ചെയ്യാൻ നേരെ ഫോർസിയിലേക്ക് ചെന്നു. ഡോർ തുറന്നത് ജാനകിയുടെ ഫ്രണ്ടായിരുന്നു. അവനെ ചോദ്യം ചെയ്തതും അവൻ പവിയെ തല്ലി. കാര്യം കയ്യിന്ന് പോകുന്നറിഞ്ഞതും പവി അവിടെ നിന്ന് ഓടിമാറി. അന്ന് വൈകിട്ട് പുറത്തുപോയിരുന്ന ഉഷ തിരികെ വന്നപ്പോ ഉഷയ്ക്കടുത്ത് പവി രാവിലെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ജാനകി ഏതോ ആൺസുഹൃത്തുമായി ഉഷയില്ലാത്ത സമയം ഒറ്റക്ക് ഫ്ളാറ്റിൽ വന്ന് കുറെ നേരം കഥ കടിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ പവി ജോലി കഴിഞ്ഞിറങ്ങാൻ നേരം ലീന അല്പം വൈകിയായിരുന്നു വന്നത്. പവി അത് ചോദ്യം ചെയ്തപ്പോ ലീന തറക്കുത്തരം പറഞ്ഞു. പവിക്കത് ഇഷ്ടപ്പെട്ടില്ല. ലീനയുടെ പിന്നാലെ സ്റ്റോറിലേക്ക് പോയ പവി അവിടുള്ള സാധനങ്ങളുടെ മുഴുവൻ സ്റ്റോക്ക് എടുത്ത് വൈകിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് ലീനയോട് ഗൗരവത്തിൽ ലീനയ്ക്കൊരു പണി കൊടുക്കാനായി പറഞ്ഞു. പിന്നാലെ അവിടെ നിന്ന് പവി ഇറങ്ങാൻ പോകുമ്പോഴാണ് ജാനകി പെട്ടിയുമൊക്കെയായി വരുന്ന കണ്ടത്. ഉഷ ജാനകി ഇറക്കി വിട്ടോ എന്ന് ചിന്തിച്ച പവി ജാനകിയുടെ മുമ്പിൽപ്പെട്ട പണിയാകും എന്നറിഞ്ഞ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ പതുങ്ങിയിരിക്കാൻ നോക്കി. പക്ഷേ മറ്റൊരു ജീവനക്കാരി പറഞ്ഞ് പവി സൂപ്പർ മാർക്കറ്റിനുള്ളിലുള്ള കാര്യം ജാനകി മനസ്സിലാക്കിയിരുന്നു. അകത്തേക്ക് വന്ന ജാനകി പവിയുടെ ഒളിഞ്ഞു നോട്ടത്തെയും ഇടുങ്ങിയ ചിന്താഗതിയെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. നിങ്ങൾക്കൊരു പെൺസുഹൃത്തുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും? ആണും പെണ്ണും തമ്മിൽ പ്രേമം മാത്രമല്ല ഉള്ളത്, നല്ല സുഹൃത്തുക്കളാവാനും പറ്റും. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ലൈഫിൽ അങ്ങനെ ഒരാള് വേണം. ഇതുവരെ അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലായനെ എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോന്നു. ഇതൊക്കെ ആ സൂപ്പർ മാർക്കറ്റിനകത്തുണ്ടായിരുന്ന ലീനയും കേൾക്കുന്നുണ്ടായിരുന്നു. ലീന പവിയുടെ അടുത്ത് വന്ന് മോശമായി പോയല്ലേ എന്ന് ചോദിച്ചപ്പോ കുറച്ച് മോശമായി പോയി എന്ന് പവിയും സ്വയം പറഞ്ഞു. മനസ്സിലായല്ലോ എന്ന് ലീന ചോദിച്ചപ്പോ തന്റെ പതിവ് ഗൗരവം വീണ്ടെടുത്ത് എല്ലാത്തിലും തലയിടുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോണം എന്ന് പറഞ്ഞു. ഞാനല്ല എല്ലാവരുടെയും കാര്യത്തിൽ തലയിട്ടത് എന്ന് പറഞ്ഞവൾ പോയപ്പോ ഞാൻ തലയിലൂടി, ഞാൻ തലയിടും, ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാ, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് പവി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പവി അന്ന് വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോ വാതിലിൽ തട്ടുമുട്ടും കേട്ട് എഴുന്നേറ്റു. സംഭവം എന്തെന്നാൽ ഹൗസ് ഓണർ മറിയാമ്മ പുതിയ ലോക്ക് വെക്കുകയായിരുന്നു. അതിലൊരു താക്കോൽ അവന് കൊടുത്തുകൊണ്ട് മറിയാമ്മ പറഞ്ഞു, ഇന്നു മുതൽ ഈ മുറിയിൽ താമസിക്കാൻ വേറൊരാൾ കൂടി വരും. പവിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. മറിയാമ്മ ചേടത്തിയോട് ഓരോന്ന് പറഞ്ഞ് ചേടത്തിയെ ഒന്ന് ഭയപ്പെടുത്തി വേറെ ആരെയും കൊണ്ടുവരാതിരിക്കുവാൻ പവി ആദ്യം ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നല്ല രീതിയിൽ പാളി. മുന്നസയ്യായ മറിയാമ്മയ്ക്ക് അതിലൊക്കെ എന്തു പേടി. പിന്നാലെ വീട് മുഴുവൻ അലങ്കോലമാക്കിയിട്ട് വരാൻ പോകുന്നവനെ ഓടിക്കാനും പവി ശ്രമം നടത്തി. തന്റെ സോപ്പും ബ്രഷുമൊന്നും എടുക്കരുതെന്നും തന്റെ കട്ടിലിൽ കിടക്കരുതെന്നും ഞാൻ താമസിക്കുന്നിടത്ത് കീഴ്വാഴ് വിടരുത്, അങ്ങനൊക്കെ പലതരം കാര്യങ്ങൾ എഴുതി പവി അത് മുഴുവൻ വീട് മുഴുക്കി ഒട്ടിച്ചു വെച്ചു. അതൊക്കെ കണ്ട് വരുന്നവൻ തിരികെയോടും എന്നായിരുന്നു പവി ചിന്തിച്ചത്. അന്ന് രാത്രിയിൽ പവി വാച്ച്മാനായി ജോലി നോക്കുമ്പോ അവിടുത്തെ ഇലക്ട്രീഷ്യൻ പവിയുടെ സെക്യൂരിറ്റി ഓഫീസിൽ വന്ന് രാത്രിയിലെ പ്രണയസല്ലാപങ്ങൾ FM-ൽ കേൾക്കുകയായിരുന്നു. പവിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടവുമല്ല. അതിന്റെ പേരിൽ പവി ആ ഇലക്ട്രീഷ്യനുമായി ചെറിയ വഴക്കുണ്ടാക്കി. പിറ്റേന്ന് താമസിക്കാൻ വന്നവൻ പേടിച്ചോടിയിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചായിരുന്നു
പവി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ വീട് മുഴുവൻ ക്ലീനായി കിടക്കുന്നു. കുളിക്കാൻ കയറിയപ്പോഴോ അവിടെ പവി ഒട്ടിച്ച പോലെ വേറെ നോട്ട്, എന്റെ ബ്രഷും സോപ്പും ഒന്നും എടുത്തേക്കരുത് എന്ന തരത്തിലായിരുന്നു അത്. ബ്രഷ് എടുത്ത് പവി ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ചിന്തിച്ചെങ്കിലും പവിയുടെ മാന്യത അതിന് അനുവദിച്ചില്ല. പക്ഷേ സോപ്പ് എടുത്ത് നിന്നെ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് പവി തന്റെ ജെട്ടിയടക്കം മുഴുവൻ കഴുകാൻ ആരംഭിച്ചു. കിടക്കാൻ നേരത്ത് കട്ടിലിൽ അടുത്ത കുറിപ്പ്: നിങ്ങളുടെ കട്ടിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കട്ടിലിന്റെ അടിയിലെ അഴുക്ക് അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോണം. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യില്ലടാ എന്ന് പറഞ്ഞ് പവി അവിടെ തന്നെ കിടന്നു. അടുത്ത ദിവസം ഫ്ളാറ്റിലേക്ക് കത്ത് കൊടുക്കാൻ അവിടുത്തെ പോസ്റ്റ് വുമണായ ജീന വന്നിരുന്നു. ജീന അവിടെ പുതുതായി സ്ഥലം മാറിയെത്തിയതാണ്. കത്തുകൾ താൻ കൊടുത്തോളാം എന്ന് സെക്യൂരിറ്റി ഓഫീസർ മാത്തൻ പറഞ്ഞപ്പോ ജീന സമ്മതിച്ചില്ല. നേരിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. തടയാൻ നോക്കിയ പരാതി കൊടുക്കുമെന്നും പറഞ്ഞു. പവി വന്നപ്പോ മാത്തൻ ചേട്ടൻ അത് പവിയോട് പറഞ്ഞു. എങ്കിൽ ചോദിക്കണോലോ എന്ന് പറഞ്ഞ് പവി പോവാൻ നിൽക്കുമ്പോഴാണ് പോലീസ് വണ്ടി വന്ന് പവിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അവളിനി പരാതി കൊടുത്തിട്ടാണോ വന്നേ എന്ന മട്ടിൽ മാത്തൻ ചേട്ടനോട് ചോദിച്ച് നേരെ പോലീസിന്റെ അടുത്തേക്ക് പവി ചെന്നു. പവിയെ പോലീസുകാര് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാണ്. അവിടെ ചെന്നപ്പോ ഒരു സംഭവമുണ്ട്, കുറച്ചുപേരെ അറിയുമോ എന്ന് ഇൻസ്പെക്ടർ പവിയോട് തിരക്കി. അവിടെ ഒരു ഫ്ളാറ്റിൽ വന്ന് അവരെ പവി കണ്ടിട്ടുണ്ടായിരുന്നു. പവി അത് പറഞ്ഞു. ഫ്ളാറ്റ് ഓണറെ നീ അറിയുമോ എന്ന് ചോദിച്ചപ്പോ അറിയുമെന്ന് പവി പറയുകയും ചെയ്തു. ഫ്ളാറ്റ് ഓണറെ ഇൻസ്പെക്ടർ മാറ്റി നിർത്തിയിരുന്നു. അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോ ഇതാണ് ഫ്ളാറ്റ് ഓണർ എന്ന് പവി സമ്മതിച്ചു. സംഭവം എന്തെന്നാൽ കഞ്ചാവ് കേസിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തതായിരുന്നു. ജെറി എന്നായിരുന്നു ആ ഫ്ളാറ്റ് ഓണറുടെ പേര്. അവിടെ വന്ന് അവരെ പലവട്ടം പവി കണ്ടിട്ടുമുണ്ടായിരുന്നു. സാക്ഷി പറഞ്ഞ ശേഷം പവി തിരികെ പോന്നു. അന്ന് വീട്ടിലെത്തിയപ്പോ പവിക്ക് വീട്ടിൽ കിടന്ന് ഒരു സ്ത്രീയുടെ മുടി കിട്ടി. അതുമായി അവൻ വേഗത്തിൽ മറിയാമ്മച്ചേടത്തിയുടെ അടുത്തെത്തി. തന്റെ റൂമിൽ താമസിക്കുന്നവൻ ഒരു പെണ്ണിനെ വിളിച്ചു കയറ്റിയെന്നും ആഭാസത്തരം നടത്തുന്നവനെയൊന്നും റൂമിൽ താമസിപ്പിക്കരുത് എന്നൊക്കെ പവി സംസാരിക്കാൻ ആരംഭിച്ചു. മറിയാമ്മച്ചേടത്തിക്കാണെങ്കിൽ പവി എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ഒരു പെണ്ണാവുമ്പോ മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകും എന്നായിരുന്നു മറിയാമ്മച്ചേടത്തി പറഞ്ഞത്. പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സത്യം പവി മനസ്സിലാക്കുന്നത്. പവി ചിന്തിച്ചിരിക്കുന്ന പോലെ പവിയുടെ റൂമിൽ പവി കാണാതെ രാത്രി വന്ന് താമസിച്ച് മടങ്ങുന്ന വ്യക്തി ഒരാണല്ല, മറിച്ച് ഒരു പെണ്ണാണെന്ന കാര്യം ഞെട്ടലോടെ അത് തിരിച്ചറിഞ്ഞതും ഓടി മുറിയിലെത്തിയ പവി താൻ എഴുതി വെച്ച കുറിപ്പുകളൊക്കെ വലിച്ചു കീറി കളഞ്ഞു. പുറത്തു വിടുത്തിയിട്ട് തന്റെ ഷഡ്ഡികളൊക്കെ എടുത്ത് അലമാരയ്ക്കകത്ത് വെച്ചു. ശേഷം തനിക്ക് പറ്റിയ മണ്ടത്തരത്തെ പറ്റിയൊക്കെ ആലോചിച്ച് ചെറിയ എളിഭ്യനായി ആ പെൺകുട്ടി വായിക്കുവാൻ വേണ്ടി ഒരു കുറിപ്പെഴുതി. നിങ്ങളൊരു പുരുഷനാണെന്ന് കരുതിയ ഞാൻ അത്രയ്ക്ക് പരുഷമായി പെരുമാറിയത് കുഴപ്പക്കാരനൊന്നും അല്ലാട്ടോ, ഒരു പാവം എന്നാറയ്യ. എന്റെ പേര് പവിത്രൻ, ഇപ്പൊ ഒരു കെയർടേക്കറായി ജോലി നോക്കുന്നു. അന്ന് അതൊക്കെ കഴിഞ്ഞ് പവി തിരികെ ജോലിക്കെത്തിയപ്പോ അവിടെ പുതിയ മ്യൂസിക് ടീച്ചർ ഫ്ളാറ്റിലെത്തിയിരുന്നു. പവി പണ്ട് പരിചയപ്പെട്ട മുണ്ടൂറുകാരി യുവതിയായിരുന്നു അത്. പവി അവരെ നോക്കിക്കണ്ടു. പിറ്റേന്ന് പവി എത്തുമ്പോ പവിയുടെ കുറിപ്പിന് മറുകുറിപ്പുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം, ആ ഫ്ളാറ്റിൽ തന്നെ താമസിച്ചാ പോരെ. പവി തിരിച്ചെഴുതി. അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. കഴിഞ്ഞ 5-6 കൊല്ലമായി എനിക്ക് ആകെ കൂട്ടുള്ളത് ഇവനാണ്. ഇവന്റെ പേര് ബ്രോ എന്ന. അവൻ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തൽക്കാലം കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി, ബ്രോയും നല്ലതാ. ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കളായി. കുറിപ്പുകളിലൂടെ സംസാരിച്ച് അവരുടെ ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുണ്ടൂറുകാരി സംഗീത ടീച്ചർ പവിയുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചു കയറി. പവിക്കാണെങ്കിൽ മടിയുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഫ്ളാറ്റിന് മുമ്പിൽ വരെ എത്തിച്ച് അവരെ അവൻ ഫ്ളാറ്റിന് മുമ്പിൽ ഇറക്കി വിട്ടു. ശേഷം ഒന്നും അറിയാത്ത പോലെ വേറെ വഴിക്ക് പോയെന്ന് ചുറ്റി വന്ന് ഫ്ളാറ്റിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. പവി എന്ന ഫ്ളാറ്റിലെത്തുമ്പോഴാണ് പവി സാക്ഷി പറഞ്ഞതുകൊണ്ട് അറസ്റ്റിലായ ജെറി അങ്ങോട്ടേക്ക് എത്തുന്നത്. ജെറി എന്ന അവിടെ വെച്ച് പവിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. സെക്യൂരിറ്റി ജോലിക്കാരൻ ആ ജോലി നോക്കിയാ മതി, വേറുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് പവിയെ ഒരുപാട് അപമാനിച്ചു. ഫ്ളാറ്റ് ഓണർ ആയതുകൊണ്ടും മറ്റും പവിക്ക് തിരികെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നിസ്സഹായനായി അയാൾ അവിടെ നോക്കി നിന്നു. അപമാനിതനായി തലകുനിച്ചു. അവിടുത്തെ ജോലിക്കാരും താമസക്കാരും ഒക്കെയും അത് നോക്കിക്കണ്ടിരുന്നു. അന്ന് അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും പവിയുടെ അവസ്ഥയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റിയുള്ള ചോദ്യവുമൊക്കെ പവിയെ കുത്തിനോവിച്ചിരുന്നു. വേദനയോടെ നിന്ന പവിയെ മാത്തൻചേട്ടൻ ചെന്ന് സംസാരിച്ച് കുറച്ച് സമാധാനിപ്പിച്ചു. പവിയും വീട്ടിലെ കാണാത്ത താമസക്കാരിയും തമ്മിലുള്ള സംസാരം കുറിപ്പുകളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. തന്റെ കട്ടിൽ ഉപയോഗിക്കാൻ പവി അവർക്ക് അനുവാദം കൊടുത്തു. അതിന് മറുപടി എന്നോണം ഒരു സന്തോഷമായി അവർ പവിക്ക് ഭക്ഷണമുണ്ടാക്കി വെച്ചു. നല്ല ഭക്ഷണമായിരുന്നു. എന്നും ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ ഉണ്ടാക്കിത്തരാമോ, കട്ടിൽ ഉപയോഗിക്കുന്നതിന് പകരമായി എന്ന് സരസമായി പവി അടുത്ത കുറിപ്പിൽ എഴുതി. പ്രതീക്ഷിച്ച പോലെ തന്നെ പവി അടുത്ത ദിവസം എത്തുമ്പോ പ്രഭാത ഭക്ഷണമുണ്ടായിരുന്നു. പവിക്ക് സന്തോഷമായി. കൂട്ടത്തിൽ ഒരു കുറിപ്പും നമുക്കിതൊക്കെ മാറ്റിപ്പിടിക്കണമെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാമോ എന്ന തരത്തിലായിരുന്നു അത്. താനും ഷെയർ ചെയ്യാം എന്ന് താമസക്കാരി എഴുതിയിരുന്നു. പവിയുടെ ജീവിതത്തിൽ ആ താമസക്കാരിയുടെ സാന്നിധ്യം സന്തോഷം കൊണ്ടുവരാൻ തുടങ്ങി. പുതിയ രുചികൾ പവിയെ തേടിയെത്തി. പവി ഒരിക്കൽ കുറിപ്പെഴുതിയപ്പോ അവളുടെ പേര് ചോദിച്ചു. നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പൊ എന്നെ പേര് വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ള
അവളെ എന്ത് പേര് വേണേലും വിളിച്ചോ എന്നായിരുന്നു അവൾ എഴുതിയത്. പവി മായ എന്ന് വിളിച്ചു. അതോടെ മായ ആരാണ്, പഴയ എക്സ് വല്ലവുമാണോ എന്ന് മറുചോദ്യം വന്നു. ITIയിൽ പഠിക്കുന്ന സമയത്ത് എന്നും ബസ്സിൽ കണ്ട് തന്നെ നോക്കി ചിരിക്കുമായിരുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം പവി അവൾക്കായി കുറിപ്പിലെഴുതി. മായ എന്നായിരുന്നു അവളുടെ പേരെന്നും കുറിച്ചു. പതിയെയാണെങ്കിലും ആ സ്ത്രീ പവിയുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തന്നെ മാറിക്കൊണ്ടിരുന്നു. പവിക്ക് എങ്ങനെയും അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. രാത്രി 6 തൊട്ട് പുലർച്ചെ 7 വരെ വീടിന്റെ പരിസരത്ത് കണ്ടുപോകരുത് എന്നാണ് മറിയാമ്മച്ചേടത്തിയോട് ഓർഡർ. അതുകൊണ്ട് പവിക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. പവി മറിയാമ്മച്ചേടത്തിയോട് സംസാരിച്ച് അവളെ കാണാൻ ഒരു അവസരത്തിന് ശ്രമിച്ചെങ്കിലും പവിയുടെ ചാട്ടം എങ്ങോട്ടാണ് എന്ന് മറിയാമ്മച്ചേടത്തിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുവദിക്കാതെ മറിയാമ്മച്ചേടത്തി പവിയുടെ വായടപ്പിച്ചു. ഇതിനിടയിൽ 2 ദിവസം താമസക്കാരിക്ക് സുഖമില്ലാതായപ്പോ പവി അവൾക്കായി അവരുടെ നാട്ടിലെ കന്നിയും വസ്ത്രവും എന്ന ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. അതവൾക്കേറെ ഇഷ്ടപ്പെട്ടിരുന്നു. കുറിപ്പുകളിലൂടെ അവരുടെ സംസാരം വീണ്ടും തുടർന്നു. എന്തിനേറെ പറയുന്നു, രാത്രിയിലെ പ്രണയസല്ലാപങ്ങൾ FM-ലൂടെ കേൾക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന പവി ഇപ്പോൾ അതിന്റെ സ്ഥിരം പ്രേക്ഷകനായി. പവിയുടെ ഉള്ളിലും പ്രണയം മുട്ടിട്ടിരുന്നു. എങ്ങനെയും അവളെ ഒന്ന് കാണണം. പവിയുടെ ഉള്ളിൽ ആശ കയറി. രാത്രിയിൽ ജനറേറ്ററിന്റെ താക്കോലൊക്കെ ഇലക്ട്രീഷ്യനെ ഏൽപ്പിച്ച് ആരും അറിയാതെ പവി വീട്ടിൽ ചെന്ന് അവളെ കാണാൻ വേണ്ടി ഒരു ദിവസം വീട്ടിൽ ചെന്നു. പക്ഷേ അവനെ കണ്ട് ബ്രോ കുരച്ചു. മറിയാമ്മച്ചെടുത്ത് ലേറ്റിട്ടതോടെ പവി പേടിച്ചോടി. അയലും പൊട്ടിച്ച് മതിലെടുത്ത് ചാടി ഒരു തരത്തിൽ പവി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് വീട്ടിലേക്ക് എത്തിയ പവി ഒന്നും അറിയാത്ത പോലായിരുന്നു മറിയാമ്മച്ചെടുത്തിയോട് സംസാരിച്ചത്. അന്നവൾക്കുള്ള കുറിപ്പെഴുതുമ്പോ അസ്ത്രത്തിന്റെ റെസിപ്പി അറിയണമെങ്കിൽ എന്നെ വിളിച്ചാ മതി എന്ന് പറഞ്ഞ പവി അതിൽ തന്റെ നമ്പറും എഴുതി. അന്ന് മുഴുവൻ പവി കോളിനായി കാത്തിരുന്നു. പക്ഷേ കോളൊന്നും വന്നില്ല. പിറ്റേന്ന് പുലർച്ചെ മറിയാമ്മച്ചേടത്തിയുടെ നമ്പറിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പവി അത് വെക്കുമ്പോഴോ ആ സ്ത്രീ പാടിയ ഒരു വോയിസ് അയച്ചിരിക്കുകയാണ്. അവൾ പാടിയ പാട്ട് പവി കേട്ടു. പവിക്ക് സന്തോഷം തോന്നി. പിന്നാലെ വീട്ടിലെത്തിയപ്പോഴുള്ള കുറിപ്പിൽ കൃത്യമായി എഴുതിയിരുന്നു, അസ്ത്രത്തിന്റെ റെസിപ്പി നിങ്ങൾക്കറിയാലോ, പിന്നെ എനിക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. അതാ മറിയാമ്മച്ചേടത്തിയുടെ ഫോണിൽ നിന്ന് പാട്ട് പാടി അയച്ച്. അതേ കൂടുതൽ നന്നായി പാടാൻ എനിക്കറിയില്ലാട്ടോ. നമ്മൾ ഈ കുറിപ്പുകളിലൂടെ സംസാരിക്കുന്നുണ്ടല്ലോ, അത് പോരെ, അത് മതിയെന്ന് ചിരിയോടെ ആ നീണ്ട കുറിപ്പ് വായിച്ച് പവി പറയുകയും ചെയ്തു. അന്ന് കിടന്നിരുന്ന പവി അജ്ഞാതിയായ പെൺകുട്ടിയെ സ്വപ്നം കണ്ടിരുന്നു. പവി കണ്ണു തുറന്നപ്പോ കണ്ടത് തന്റെ മുമ്പിൽ പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെയാണ്. പ്രിൻസ് എന്നായിരുന്നു അവന്റെ പേര്. ഇവിടെ താമസിക്കുന്ന മറ്റേയാളെന്തേ എന്നവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ജോലിക്ക് പോയി എന്ന് പവി ഒരു പരിഭ്രമത്തോടെ പറഞ്ഞു. നിങ്ങളാരാ എന്ന് പവി ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് പ്രിൻസ്, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന മട്ടിൽ പവി അവനോട് പറഞ്ഞതും കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് പോയി. അവന്റെ പെരുമാറ്റത്തിലും മറ്റും പവിക്ക് വല്ലായ്മ തോന്നിയിരുന്നു. അധികം വൈകാതെയാണ് പ്രിൻസ് മറിയാമ്മച്ചേടത്തിയുടെ കൊച്ചുമോനാണ് എന്ന് പവി മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രിൻസ് അങ്ങനെ വീട്ടിൽ ഷർട്ടൊന്നും ഇടാതെ ഷോർട്സ് മാത്രമിട്ട് നടക്കുന്നതും ഉറങ്ങുന്നതുമൊക്കെ പവിയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. വീട്ടിലെത്തിയപ്പോ അവളുടെ കുറിപ്പുണ്ട്. പവി അത് വായിച്ചു. മറിയാമ്മച്ചേടത്തിയുടെ കൊച്ചുമകൻ പ്രിൻസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അവൻ കൊണ്ടുവന്ന മിഠായിയ എന്നും പറഞ്ഞ് കുറച്ച് മിഠായികൾ കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു. അത് കണ്ടതും അവൻ ആ മിഠായികളെടുത്ത് പുറത്ത് ബ്രോയുടെ ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തു. ആള് രാത്രി വന്ന് പരിചയപ്പെട്ടെന്നും ഗിത്താറോ നന്നായി വായിക്കുമെന്നുമൊക്കെ അതിലവൾ എഴുതിയിരുന്നു. പവിക്കതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. പവി തിരികെ കുറിപ്പെഴുതി. അവനാള് വെടിപ്പല്ലെന്നും ശരിയല്ലെന്നും അവനൊരു പീഡന വീരനാണ് എന്നൊക്കെ തരത്തിൽ വളരെ മോശമായി തന്നെ പവി കുറിപ്പിൽ എഴുതിയിരുന്നു. പവി കുളിക്കാൻ പോയ സമയത്ത് പവിയെ കാണുവാൻ മുകളിലേക്ക് കയറി വന്ന പ്രിൻസ് ആ കുറിപ്പ് കണ്ട് വായിക്കുകയാണ്. പ്രിൻസിന് ദേഷ്യം വന്നു. പവി അത് കണ്ട് മാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി പ്രിൻസിന്റെ മുമ്പിൽ പെട്ടു. പവിയോട് പ്രിൻസും ദേഷ്യം കാണിച്ചു. അടുത്ത ദിവസം ചേച്ചിയുടെ മകളുടെ വിവാഹം വരുന്നതുകൊണ്ട് പവി പോസ്റ്റ് ഓഫീസിൽ പോയി പണം വിഡ്രോ ചെയ്തു. ആ സമയം അവിടെ പുതിയ പോസ്റ്റ് വുമണും ഉണ്ടായിരുന്നു. 2 വഴിക്കായി പരസ്പരം കാണാതെ അവർ പിരിഞ്ഞുപോയി. പോരുന്ന വഴിയിൽ പവി ഒരു ഷോപ്പിൽ കയറി ഒരു വാച്ച് വാങ്ങി. മായക്കുള്ള ഗിഫ്റ്റായിരുന്നു അത്. സന്തോഷത്തോടെ മായ ഗിഫ്റ്റ് സ്വീകരിച്ചിരുന്നു. ഒപ്പം വളരെ ടച്ചിങ് ആയൊരു കുറിപ്പും അവൾ പവിക്കായി എഴുതി വെച്ചു. പവിക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. പിന്നീടും പവി അവളെ കണ്ടെത്താൻ ശ്രമിച്ചു. ഇത്തവണ കുറച്ചുകൂടി കടന്ന് ജങ്കാർ ഇറങ്ങുന്നിടത്ത് പോയി നിന്ന് പെൺകുട്ടികൾ വരുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ വാച്ച് നോക്കിയായിരുന്നു മായ ആരെന്നറിയാൻ പവി ശ്രമിച്ചത്. പക്ഷേ അവളെ അവിടെ നിന്നും പവിക്ക് കണ്ടുകിട്ടിയില്ല. അന്ന് രാത്രിയിൽ പവി ഡ്യൂട്ടിയിലായിരിക്കെ ചേടത്തി പവിയെ വിളിച്ചു. അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പോയാൽ മായയെ കാണാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ പവി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. പോകുന്ന വഴിയിൽ ബ്രോക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ വീടിന് മുമ്പിൽ ബ്രോ നിൽക്കുന്നത് പവി കണ്ടു. ബ്രോയെയും കൂട്ടി പവി വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് മറിയാമ്മച്ചേടത്തി
ചേട്ടത്തി പറയുന്നത്. ആ, ഇവനെ കണ്ടില്ല, ബ്രോയെ കാണാത്തേ കൊണ്ടാ നിന്നെ വിളിച്ചത്, അവനെ കൂട്ടിലാക്കിയിട്ട് നീ പൊക്കോ. മറിയാമ്മ ചേട്ടത്തി പറഞ്ഞതും പവി ബ്രോയെ മുകളിലേക്ക് കൊണ്ടുപോയി. ആ സമയം മായയെ കാണാൻ പറ്റുമോ എന്നറിയാൻ വാതിൽ തുറന്ന് വിളിക്കുകയും മറ്റും ഒച്ചയുണ്ടാക്കുകയും ഒക്കെ പവി ചെയ്തു നോക്കിയിരുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ മായ അവിടെ ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ പ്രിൻസും രാത്രി അവിടില്ല എന്ന് കണ്ടതോടെ പവി അസ്വസ്ഥനായി. എവിടെങ്കിലും പോയോ എന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ എന്ന തരത്തിൽ പവി കുറിപ്പെഴുതി വെച്ചു. പിറ്റേന്ന് വന്നപ്പോൾ മറുപടി കുറിപ്പുണ്ടായിരുന്നു. പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ എന്റെ ആരാ എന്നായിരുന്നു കുറിപ്പ്. അത് പവിയെ ഹർട്ട് ചെയ്തു. അല്ലേലും ഞാനാരാ എന്ന് പറഞ്ഞ് പവി ദുഃഖത്തോടെയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ പവി എത്തുമ്പോൾ ഉഷയും കുടുംബവും സ്ഥലം മാറി പോവുകയായിരുന്നു. മുണ്ടൂർക്കാരി ടീച്ചറും ലീനയുമൊക്കെ അവരെ യാത്രയാക്കാനും ഉണ്ടായിരുന്നു. മായ അന്ന് അങ്ങനെ കുറിപ്പ് എഴുതി വെച്ചത് പവിയെ ഹർട്ട് ചെയ്തല്ലോ. അന്നു മുതൽ പവി അവൾക്കായി കുറിപ്പൊന്നും എഴുതിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മായയുടെ ഒരു കുറിപ്പ് പവിക്ക് കിട്ടി. കുറച്ചു ദിവസമായി ഒരറിവുമില്ലല്ലോ, എന്നോട് പിണക്കാണോ എന്നായിരുന്നു കുറിപ്പിൽ. പിണങ്ങാനൊക്കെ നമ്മളാരാ എന്ന് പറഞ്ഞ് പവി നിൽക്കുമ്പോഴാണ് നിന്റെ ഒരു പെട്ടി വല്ലതും ഉണ്ടോടാ എന്ന് ചോദിച്ച് മറിയാമ്മ ചേടത്തി അങ്ങോട്ട് വരുന്നത്. ആ കുറിപ്പ് ഒളിപ്പിച്ചു വെക്കാൻ പവി അല്പം കഷ്ടപ്പെട്ടു. പിന്നെയാണ് മറിയാമ്മ ചേടത്തിയോട് പെട്ടി എന്തിനെന്ന് ചോദിച്ചപ്പോ പ്രിൻസ് തിരിച്ചു പോകുമ്പോ കുറച്ചു നാളത്തേക്ക് താനും അമേരിക്കയിലേക്ക് പോവാ എന്ന് മറിയാമ്മ ചേടത്തി പവിയോട് പറയുന്നത്. കേട്ടതും പവിക്ക് സന്തോഷം തോന്നി. മറിയാമ്മ ചേടത്തി പോയ രാത്രി വന്ന് അവളെ കാണാമല്ലോ എന്നതോർത്തിട്ടായിരുന്നു അത്. അന്ന് തന്നെ പ്രിൻസിനൊപ്പം പെട്ടി വാങ്ങാൻ പവി പോയി. അന്ന് പ്രിൻസും പവിയും സംസാരിച്ചു. പവിക്ക് മായയെ ഇഷ്ടമാണ് എന്ന് പ്രിൻസിന് അറിയാമായിരുന്നു. പ്രിൻസ് അക്കാര്യം പവിയോട് ചോദിച്ചപ്പോ പവി അല്പം നാണം കുണുങ്ങി. പ്രിൻസ് പവിയോട് വെറുതെ എന്തിനാ വൈകിപ്പിക്കുന്നേ, അവളെ പ്രപ്പോസ് ചെയ്യ്, ഡേറ്റ് ചെയ്യ്, കല്യാണം കഴിക്ക് എന്ന തരത്തിൽ പറഞ്ഞു. പവിക്ക് പ്രിൻസിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവനെ തെറ്റിദ്ധരിച്ചതിനും മുമ്പ് ദേഷ്യപ്പെട്ടതിനുമൊക്കെ കുറ്റബോധവും. അങ്ങനെ മറിയാമ്മ ചേട്ടത്തി പോകുന്ന ദിവസമായി. പവിക്ക് സന്തോഷമുണ്ടായിരുന്നു. മറിയാമ്മ ചേട്ടത്തി പോയ മായയോട് കുറിപ്പിലെഴുതി ചോദിച്ചപ്പോ രാത്രി മായക്ക് പേടിയാണെന്ന് എഴുതിയിരുന്നു. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി വേണ്ടെന്ന് വെച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്യാനിരിക്കാം എന്നുകൂടി പവി തീരുമാനിച്ചിരുന്നു. പക്ഷെ ചേടത്തി പോയപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. വീടും പരിസരവും നോക്കാൻ ചേടത്തി തന്റെ സുഹൃത്തും പഴയ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന പുരുഷനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. അതോടെ പവിയുടെ പദ്ധതി പൊളിഞ്ഞു. പവി നൈറ്റ് ഡ്യൂട്ടിക്ക് കയറി. അടുത്ത ദിവസം വഴിയിൽ വെച്ച് പവി രതീഷിനെ കണ്ടു. വീട്ടിൽ പോയിരുന്ന രതീഷ് മായയെ കണ്ടിരുന്നു. അതും പറഞ്ഞ് എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ച് പവി രതീഷ് ചെറുതായി ഒന്ന് കളിയാക്കി. പവിയാണെങ്കിൽ മായയെ കണ്ടിട്ടേ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ എങ്ങനാ എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ എന്നൊക്കെ രതീഷിൽ നിന്ന് ചോദിച്ചറിയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്ത്രീയാണ് എന്നൊക്കെ രതീഷിൽ നിന്നും പവി മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് വീട്ടിലെത്തിയ പവി ബ്രോയോട് എന്ന മട്ടിൽ ഞാൻ മാത്രം കാണുന്നില്ല, എല്ലാരും കാണുന്നുണ്ട്, അവളെ എനിക്ക് കാണണ്ടേ എന്ന മട്ടിലൊക്കെ പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയാണ് അന്നത്തെ കുറിപ്പ് കാണുന്നത്. ആ കുറിപ്പ് എടുത്തു നോക്കിയപ്പോ ഇത്ര നാളായി പവിക്ക് എന്നെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള മായയുടെ ചോദ്യമായിരുന്നു അതിൽ. എനിക്ക് കാണണം എന്നതിൽ അവൾ പറയുകയും ചെയ്തിരുന്നു. അന്ന് പവി ഏറെ സന്തോഷവാനായി കാണപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ വീട്ടിലെത്തുമ്പോ അടുത്ത കുറിപ്പുണ്ട്. എന്നെ കാണുമ്പോ ദേഷ്യം വരൂ, എന്നെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ മുമ്പ് കണ്ടിട്ടും സംസാരിച്ചിട്ടുമൊക്കെ ഉള്ളതാണ് എന്നായിരുന്നു മായ കുറിപ്പിൽ എഴുതിയിരുന്നത്. അതാരായിരിക്കും എന്ന് പവി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മായയുടെ ലഗേജിനിടയിൽ ഒരു ലേഡീസ് ബാഗ് ഇരിക്കുന്നത് പവി കണ്ടത്. ആ ലേഡീസ് ബാഗ് ആരുടെയോ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പവി ആലോചിച്ചു. അത് ഉഷയുടെ അനിയത്തി ജാനകിയുടെ ബാഗായിരുന്നു. ജാനകി ആയിരിക്കും അവിടെ താമസിക്കുന്നത് എന്ന് പവി അതോടെ ഉറപ്പിക്കുകയാണ്. കാരണം ഒരിക്കൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരിയുണ്ടോ എന്നൊക്കെ അന്ന് ജാനകി ചോദിച്ചിരുന്നല്ലോ. അതൊക്കെ കൂടി പവി ചേർത്തു വായിച്ചു. പവി അന്ന് കുറിപ്പെഴുതി. താൻ ജാനകിയാണെന്ന് എനിക്ക് മനസ്സിലായി, നിന്നെ കാണുമ്പോ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്ന ജാനകി എന്ന തരത്തിലായിരുന്നു അത് ജാനകിയാണെന്ന് ചിന്തിച്ച് പവി വലിയ സന്തോഷത്തിലായിരുന്നു. അടുത്ത ദിവസം നേരിട്ട് മീറ്റ് ചെയ്യാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പവി സന്തോഷത്തോടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, ഇനി നമ്മൾ കാണണ്ട, എന്നെ അന്വേഷിച്ചു വരരുത് എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ലഗേജുകൾ നോക്കിയപ്പോൾ മായയുടെ ലഗേജൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മായ എന്ന് അവൻ വിളിക്കുന്ന ജാനകി എന്തിനാണ് അങ്ങനെ കുറിപ്പെഴുതി വെച്ച് പെട്ടെന്ന് പോയത് എന്ന് പവിക്ക് മനസ്സിലായേയില്ല. പവി താഴെ ചെന്ന് പുരുഷന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചു. ആ കുട്ടി ഇവിടെ നിന്ന് പോയല്ലോ, പിന്നെ അഡ്വാൻസ് തുക നിങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തോ അവർക്ക് വാച്ചോ മറ്റോ ഗിഫ്റ്റ് കൊടുത്തെന്നോ അതിന്റെ പൈസ കൊടുക്കാനുണ്ടെന്നോ ഒക്കെയാ ആ പെൺകുട്ടി പറഞ്ഞത്. അത് കേട്ടതും പവി ആകെ തകർന്നു പോയിരുന്നു. എത്രയാലോചിച്ചിട്ടും പവിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അന്ന് രാത്രി ഡ്യൂട്ടിക്കിടയിൽ മായയെപ്പറ്റി ചിന്തിച്ച് ആകെ വല്ലാതായ പവി ഫോൺ ക്യാബിനിൽ മറന്നുവെച്ച് നേരെ വീട് വരെ ഒന്നുപോയി. തിരികെ ഫ്ളാറ്റിലേക്ക് എത്തിയ പവി കണ്ടത് ഫ്ളാറ്റിൽ നിന്ന് ആംബുലൻസ് ഒക്കെ പോകുന്നതായിരുന്നു. അസോസിയേഷൻ മെമ്പേഴ്സൊക്കെ വളരെ ചൂടായി നിൽക്കുന്നുണ്ട്. ജോലിക്കിടയിൽ അവൻ എന്തൊക്കെയാ കാട്ടുന്നേ എന്ന മട്ടിൽ അസോസിയേഷൻ മെമ്പേഴ്സ് ചൂടായപ്പോ കൂട്ടത്തിലെ സീനിയർ ആയൊരു വ്യക്തി ഏവരെയും സമാധാനിപ്പിച്ചു നിർത്തി. പവി പെട്ടെന്നാണ് കാര്യം ഇലക്ട്രീഷ്യനിൽ നിന്ന് അറിയുന്നത്. വീട്ടിലേക്ക് അങ്ങനെ പോയപ്പോ ജനറേറ്ററിന്റെ താക്കോലും പവി
പവിയുടെ കയ്യിലായി പോയിരുന്നു. ഫോണാണെങ്കിൽ മറന്നുവെക്കുകയും ചെയ്തു. പവി പോയ ശേഷം ഫ്ളാറ്റിൽ കറണ്ട് പോയി. ലിഫ്റ്റിൽ കയറിയ അവിടുത്തെ പ്രായമേറിയ ഒരു അന്തേവാസി പെട്ടുപോയി ശ്വാസം കിട്ടാതായി. അവരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൂടി കേട്ടതോടെ പവിയാകെ വല്ലാതായി പോയിരുന്നു. ജോലിയിൽ തെറ്റുപറ്റി സ്വയം ന്യായീകരിക്കാൻ പോലും പറ്റുന്നില്ല. ആ വൃത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച താനായിരിക്കുമല്ലോ അതിന് ഉത്തരവാദി എന്നത് പവിയെ അസ്വസ്ഥനാക്കി. അസോസിയേഷൻ സെക്രട്ടറി വന്ന് പവിയോട് സംസാരിച്ചു. കുഴപ്പമില്ലെന്നും ഒക്കെ സംസാരിച്ച് ശരിയാക്കാം എന്നും പവിയോട് പറഞ്ഞെങ്കിലും പവിക്ക് തന്റെ തെറ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാനസികമായി ആകെ തകർന്നിരുന്ന പവി താൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് തന്റെ മാനസിക ദുഃഖവും പങ്കുവെച്ച് അവിടെ നിന്ന് തിരികെ പോരുകയാണ്. പവിയേറെ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ബ്രോയെയും കൂട്ടി ബ്രോയേറെ ഇഷ്ടമുള്ള ആ പയ്യന്റെ വീട്ടിലേക്ക് പവി ചെന്നു. ബ്രോയെ ആ പയ്യന് കൊടുത്തു. താൻ ഈ നഗരം വിട്ട് പോവുകയാണെന്നും ബ്രോയെ കൊണ്ടുപോകാൻ പറ്റിയൊരിടം എനിക്കില്ലെന്നും അവനെ നന്നായി നോക്കണം എന്നും വേദനയോടെ പവി ആ പയ്യനോട് പറഞ്ഞു. വേദനയോടെ ബ്രോയെ ആ പയ്യനെ ഏൽപ്പിച്ച് പോരുമ്പോൾ പവി കരഞ്ഞിരുന്നു. വീട്ടിലെത്തി പോവാൻ പവി പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പുരുഷൻ വന്ന് ഇവിടെ താമസിച്ചിരുന്ന ആ പെൺകുട്ടി വന്നിരുന്നു. ഇത് നിങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞുപോയി എന്ന് പറഞ്ഞൊരു കല്യാണക്കുറി കൊടുക്കുന്നത്. പവി അത് നോക്കിയപ്പോ ജാനകിയുടെ വിവാഹമായിരുന്നു. അതും അന്നത്തെ അതേ ഡേറ്റിൽ തന്നെ. ഏറെ അസ്വസ്ഥനായി പവി. ശേഷം ഇട്ടിരുന്ന അതേ വസ്ത്രത്തിൽ കല്യാണം നടക്കുന്നയിടത്തേക്ക് വെച്ചുപിടിച്ചു. പവി പോകുന്നത് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ബ്രോ കണ്ടിരുന്നു. പവിയുടെ വണ്ടിക്ക് പിന്നാലെ ബ്രോ ഓടിച്ചെല്ലാൻ തുടങ്ങി. പവിയാണെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്നുമില്ല. വിവാഹ വേദിയിലെത്തിയ പവി ജാനകി അണിഞ്ഞൊരുങ്ങി വധുവിനെ പോലെ വരുന്നത് നോക്കി നിന്നു. ജാനകിക്കെതിരെ ചെന്ന പവി എന്തിനായിരുന്നു തന്നോടിത് ചെയ്തത്? ഇങ്ങനെ തന്നെ ആക്കാനായിരുന്നെങ്കിൽ എന്തിനാ തനിക്ക് പ്രതീക്ഷകൾ തന്നത് എന്ന മട്ടിൽ ജാനകിയോട് ചോദിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. പവി അവിടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതും ആളുകളും ജാനകിയുടെ ഭാവി വരനും തന്നെ അതിൽ വന്നിടപെട്ടിരുന്നു. ജാനകി തന്റെ കൂടെ ഒരു റൂമിൽ വന്ന് താമസിച്ചെന്നും ഒടുവിൽ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്നുമൊക്കെ പവി അവിടെ വെച്ച് പറഞ്ഞു. അതോടെ കാര്യങ്ങൾ വഷളായി. ജാനകിയാണെങ്കിൽ തനിക്ക് ഇയാളെ കെയർടേക്കറായി മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പവി പറയുന്നത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ബ്രോയും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഒന്നും രണ്ടും പറഞ്ഞ് കാര്യങ്ങൾ കൈവിട്ടു. ഉന്തും തള്ളുമായി. തള്ളടിയിലേക്ക് നീങ്ങി. പവിയെ ഏവരും കൂട്ടിയിട്ട് മർദ്ദിക്കാൻ ആരംഭിച്ചു. ജാനകി അത് കണ്ട് ഒച്ചയുണ്ടാക്കി ഏവരെയും തടുത്തുമാറ്റി. ശേഷം എനിക്ക് കല്യാണം വേണ്ട, ഒരു കുന്തും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അടുത്തുള്ള കസേരയിൽ പോയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു ഓട്ടോ വന്ന് നിന്നത്. അതിൽ നിന്നും കുറച്ചുപേർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വന്നു നിന്ന ആ സ്ത്രീകൾക്ക് നേരെ ബ്രോ നോക്കി. അവരിൽ ഒരാളുടെ നേരെ ബ്രോ ഓടിച്ചെന്ന് ചാടി സ്നേഹം കാണിക്കാൻ തുടങ്ങി. അത് കണ്ടതും ആ സ്ത്രീയാണ് തന്റെ മുറിയിൽ താമസിച്ചിരുന്നത് ജാനകിയെന്ന് താൻ തെറ്റിദ്ധരിച്ചത്, മായെന്ന് താൻ വിളിച്ചിരുന്നത് എന്ന് പവി തിരിച്ചറിഞ്ഞു. അത് ഇപ്പോഴും പവിയോട് ഫ്ളാറ്റിൽ ജോലി ചെയ്യുമ്പോൾ കയർക്കുന്ന തർക്കിക്കുന്ന ലീനയായിരുന്നു. ലീനയ്ക്കടുത്ത് ചെന്ന് മായ നീയായിരുന്നു എന്ന് പവി ചോദിച്ചു. ലീന തന്റെ കാര്യങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയത് നിങ്ങൾ മാത്രമായിരുന്നില്ല, ഞാനും കൂടിയാണ്. ലീനയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും ഒപ്പമായിരുന്നു താമസിച്ചത്. ചേച്ചിയുടെ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോ ലീന വീട് വിട്ടിറങ്ങി. സുരക്ഷിതമായി താമസ സ്ഥലം നോക്കിയ ലീന എത്തിപ്പെട്ടത് മറിയാമ്മ ചേടത്തിയുടെ മുകളിൽ പവിയുടെ റൂമിലായിരുന്നു. ജാനകി പവിയോട് പവിക്ക് നല്ലൊരു സ്ത്രീ സുഹൃത്തുണ്ടോ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ച് പറയുന്നതൊക്കെ അന്ന് ലീന കേട്ടിരുന്നല്ലോ. അന്നു മുതൽ പവിയോട് ലീനയ്ക്ക് ഒരു സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ ഘട്ടത്തിലും പവി ലീന നിരീക്ഷിച്ചു. പവിയെ ലീന ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലീനയെ കാണാൻ പവി ഓരോ ഘട്ടത്തിലും ശ്രമിച്ചപ്പോഴും പവിയെ തിരിച്ചറിഞ്ഞിരുന്ന ലീന പവി കാണാതിരിക്കുവാൻ മറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒടുവിൽ പവിയെ കണ്ട് ഒക്കെ പറയുവാൻ ലീന ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് ലീനയെ പവി ജാനകിയെന്ന് തെറ്റിദ്ധരിച്ചത്. അന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയായ ബാഗ് പോലും ലീനയ്ക്ക് ഉഷ താമസം മാറിപ്പോയപ്പോ ഗിഫ്റ്റായി കൊടുത്തതായിരുന്നു. തന്നെ ജാനകിയെന്ന് പവി തെറ്റിദ്ധരിച്ചു. ജാനകിയാണ് പവിയുടെ ഉള്ളിൽ എന്ന് ചിന്തിച്ച ലീന അതോടെ അവിടം വിട്ട് ദുഃഖത്തോടെ പോരുകയായിരുന്നു. പിന്നീട് ജാനകിയുടെ കല്യാണക്കുറി ലീനയ്ക്ക് കിട്ടിയപ്പോ ലീനയ്ക്ക് തോന്നിയ തമാശയായിരുന്നു ആ കുറി പവിക്ക് കൊടുക്കുക എന്നത്. അതോടെ ഒക്കെ അവസാനിക്കും എന്നവൾ പ്രതീക്ഷിച്ചിരുന്നു. നിനക്കിതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് പവി ചോദിച്ചു. നിങ്ങളൊരു ഒറ്റകുത്തിയ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, അതാ പറയാതിരുന്നത് എന്നായിരുന്നു ലീന മറുപടി പറഞ്ഞത്. പവി പറഞ്ഞു, മായ എന്നത് എനിക്ക് ഏതെങ്കിലും ഒരു രൂപമായിരുന്നില്ല, എന്റെ കൂട്ടായിരുന്നു. ജീവിതത്തിൽ ഞാനറിയാതിരുന്ന സ്നേഹവും രുചിയും കരുതലും ഭാഗ്യവും ഒക്കെ കൊണ്ടുവന്ന എന്റെ കൂട്ട്. എനിക്ക് ആ കൂട്ടാണ് വേണ്ടത്. ലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പവി അവളുടെ കൈ പിടിച്ചു. ഇരുവരും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു നിന്നു. എല്ലാ തെറ്റിദ്ധാരണകളും മാറി പരസ്പരം തിരിച്ചറിഞ്ഞ് അവർ ഒന്നിക്കുകയായിരുന്നു.
അവരുടെ പ്രശ്നം തീർന്നപ്പോഴാണ് ജാനകി മുമ്പോട്ട് വരുന്നത്. ജാനകിയുടെ കല്യാണം പവി കുളമാക്കി നിർത്തിയിരിക്കുവാണല്ലോ. പവി അതോടെ തന്റെ സ്ഥിരം കെയർടേക്കർ നമ്പർ എടുത്തു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഏവരെയും ചിരിപ്പിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.